കാസർഗോഡേക്ക് പോവുകയാണ്. കാസർഗോഡ് കുമ്പള ഭാസ്കർ നഗറിൽ 7 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. ഭാസ്കർ നഗറിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കർണാടക സ്വദേശികളുടെ മകനെയാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. മാസ്ക് ധരിച്ച് കാറിലെത്തിയ 2 അംഗ സംഘം വീട്ടിൽ നിന്ന് കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് കാറിൽ കയറ്റാൻ പിടിച്ചു വലിച്ചു എന്നാണ് കുട്ടിയുടെ മൊഴി. ഇന്നലെ ഉച്ചക്ക് 12:42 അത് കുഞ്ഞി പോയിട്ടുണ്ട് അംഗൻവാടി. അങ്ങനെ പോയ സമയത്ത് അവർ താളേന്ന് വരുന്നുണ്ട്. ഈ ക്വാർട്ടർസിൽ നിൽക്കുക അങ്ങനെ ചോദിക്കുന്ന സമയത്ത് കുഞ്ഞി പറഞ്ഞു ഞാൻ ക്വാർട്ടർസിൽ നിൽക്കുക, നീ പാനി അങ്ങോട്ട് വിടാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞെങ്കിൽ ഞാനത് കുഞ്ഞി വേണ്ട ഞാൻ നടത്തിട്ട് പോകണം അങ്ങനെ പറഞ്ഞെങ്കിൽ കൈ എടുത്ത് ജോറാക്കുന്നുണ്ട്. ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. ഇത് കുട്ടിയുടെ അമ്മയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ആ കുട്ടി തന്നെ അമ്മ തന്നെ ആരോപിക്കുന്നു ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം. എന്തായാലും കുമ്പള പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. KV ബൈജു ചേരുന്നു. ബൈജു, എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത്? മറ്റെന്തെങ്കിലും ഈ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവർക്ക് ഈ കുടുംബവുമായി മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ? ഇക്കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം എത്തിയിട്ടുണ്ടോ? തീർച്ചയായും പോലീസ് അത് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. സൈത്തെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് കുമ്പള പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തിനാണ് ഈ കുട്ടിയെ, അതായത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കർണാടക സ്വദേശിനിയുടെ ഈ 3ാം ക്ലാസ്സുകാരനെ എന്തിനാണ് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ഇതിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതായത് ഈ കുട്ടി ഇവരുടെ കുടുംബം പറയുന്നത് ഈ കാലവർഷമായതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവധിയായിരുന്നു. അങ്ങനെ പിടിച്ച് കയറ്റിക്കൊണ്ടുപോകാൻ ആദ്യം കുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറയുന്നു. പക്ഷേ കുട്ടി കയറാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ കുട്ടിയെ ബലം പ്രയോഗിച്ച് കാറിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ കുട്ടി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി കുടുംബത്തോടൊന്നും ഈ കുട്ടി വിവരം പറഞ്ഞിരുന്നില്ല. തനിച്ച് ഒരു മുറിയിൽ ഭയപ്പാടോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് പിന്നീട് പിതാവാണ് ഈ കുട്ടിയെ കൃത്യമായി സംസാരിച്ചപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ തന്നെ ഇവർ കുമ്പള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഏതായാലും ആ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് ശേഖരിക്കുന്നുണ്ട്. കാരണം ഇത് മറ്റുള്ളവർക്കും ഇത് എന്തിനാണ് ഇങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഏതെങ്കിലും സംഘമാണോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവർ വർഷങ്ങളായി കേരളത്തിൽ എത്തിയവരാണ്, കർണാടക സ്വദേശികളാണ്, കേരള വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരാണ്. ഈ ഒരു മഞ്ചേശ്വരം കുമ്പള മേഖലകൾ നമുക്കറിയാം, പട്ടാപ്പകൽ തന്നെ ഈ മാല തട്ടിപ്പറിക്കൽ, അങ്ങനെ ഒരുപാട് ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടക്കുന്ന, വലിയ തോതിൽ കവർച്ച നടത്തുന്ന അല്ലെങ്കിൽ കൊലപാതകം നടക്കുന്ന ഒരു പ്രദേശമാണ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനും പിന്നീട് ഈ കുമ്പളയും. 2 പോലീസ് സ്റ്റേഷനും കർണാടകയോട് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. ഇതിൽ പോലീസിന് ഇതുവരെ ഒരു വ്യക്തത ഇതിൽ വന്നിട്ടില്ല. എന്തിനാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ ഇവർ കാറിൽ തട്ടിക്കൊണ്ട് നടത്തിയതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസിനെ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. അതിർത്തിയിൽ കർണാടക കേരള അതിർത്തിയിൽ തലപ്പാടിയിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിലും പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ വാഹനം കണ്ടെത്താനാണ് ഇപ്പോൾ പ്രധാനമായും ശ്രമിക്കുന്നത്. അതോടൊപ്പം CCTV ദൃശ്യങ്ങളിൽ ഏതെങ്കിലും നേരത്തെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണോ ഈ ഉള്ളത്, അങ്ങനെ ഏതെങ്കിലും ദൃശ്യങ്ങൾ കിട്ടുമോ എന്നാണ് പോലീസ് ശ്രമിക്കുന്നത്. കാരണം ഇതിൽ ഒരു ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്, ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. കാരണം കുട്ടികളെ ഇങ്ങനെ പുറത്തുവിടുമ്പോൾ വാഹനങ്ങളിലൊക്കെ എത്തി തട്ടിക്കൊണ്ടുപോകുന്നത് പറയുമ്പോൾ അത് വലിയ തോതിൽ ആശങ്കപ്പെടുത്തും. അത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇതിലൊരു സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. ഈ കുടുംബം ഇത് രാവിലെയാണ് കുടുംബം കുമ്പള പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകുന്നത്. ഈ കുട്ടി വലിയ ഭയപ്പാടോടുകൂടിയായിരുന്നു ഈ സംഭവത്തിന് ശേഷം വീട്ടിലുണ്ടായിരുന്നത്. തനിച്ചിരുന്ന് ആരോടും സംസാരിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ കുട്ടിയെ കൂടുതൽ സംസാരിച്ചപ്പോഴാണ് ഈ വിവരം തന്നെ കുട്ടി പുറത്തു പറയുന്നത്. അപ്പോൾ തന്നെ കുമ്പള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇന്നലെ ഉച്ചയ്ക്ക് 12:00 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇത് ഈ ഭാസ്കര നഗർ എന്ന് പറയുന്ന കുമ്പളയ്ക്ക് അടുത്തുള്ള ഭാസ്കര നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇതിന് തൊട്ട് സമീപത്ത് തന്നെയാണ് ഈ കുട്ടിയും ഈ കുടുംബവും വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത്. എന്തായാലും ഈ സംഭവം പോലീസ് വളരെ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളിൽ നിന്നും ഇതിൽ ഒരു തുമ്പുണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതോടൊപ്പം മൊബൈൽ ഫോൺ ടവറുകൾ കേന്ദ്രീകരിച്ചും പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടിയും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ ഒരു സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കുമ്പള പോലീസാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. സൈത്തെ.
ബൈജു, ഈ കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ഈ തട്ടിയെടുക്കാൻ ശ്രമിച്ചവർക്കും കുടുംബവുമായി എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? ഇക്കാര്യങ്ങളിലേക്ക് അന്വേഷണം നടക്കുമ്പോൾ ഇതിന് പിന്നിലെന്നത് CCTV നിർണായകമാകും. പക്ഷേ ഈ കുടുംബത്തിൻ്റെ ബന്ധമെന്ത്? എന്തെങ്കിലും വ്യാപാരം, മറ്റെന്തെങ്കിലും ബന്ധങ്ങളോ ആ തരത്തിലുള്ള പ്രശ്നങ്ങളുടെ കാരണമാണോ ഇത്? അക്കാര്യം കൂടി പരിശോധിക്കുന്നുണ്ടോ? തീർച്ചയായും പോലീസ് ആ വശം കൂടി പരിശോധിക്കുന്നുണ്ട് സൈത്തെ. കാരണം ഇവര് വളരെ സാധാരണപ്പെട്ട വർഷങ്ങളായി ഇങ്ങനെ കർണാടകയിൽ നിന്നും ഇവിടെ എത്തി കൂലിവേലയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഇവർക്ക് 2 മക്കളാണുള്ളത്. ഇതിലൊരു ഇളയ മകൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അംഗൻവാടിയിലാണ് പഠിക്കുന്നത്. കാലവർഷം കനത്തതോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്കൂൾ അവധിയായിരുന്നു. അങ്ങനെ ആ അംഗൻവാടിയിൽ ഭക്ഷണം ഉണ്ടായിരുന്നു. ആ ഭക്ഷണം വാങ്ങാനാണ് മൂത്ത കുട്ടിയായ ഈ 7 വയസ്സുകാരൻ അംഗൻവാടിയിലേക്ക് പോകുന്നത്. പക്ഷെ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ശത്രുതയോ അല്ലെങ്കിൽ ഇവരുടെ അങ്ങനെ വിരോധമുള്ളതായി പോലീസിൽ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാരണം അത്രത്തോളം സാധാരണക്കാരായ ആളുകളാണ്. വർഷങ്ങളായി വാടക ക്വാർട്ടേഴ്സിലാണ് ഇവർ താമസിക്കുന്നത്. അങ്ങനെ ഒരു ശത്രുത വരേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയുടെ മൊഴി കൃത്യമായി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ടു പോകലിന് കൃത്യമായ ഉദ്ദേശമെന്ന് അറിയേണ്ടതുണ്ട്. അത് തന്നെയാണ് ഏറ്റവും ഇതിൽ ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു സംഭവം. പോലീസും അത് തന്നെയാണ് കൃത്യമായി പരിശോധിക്കുന്നത്. ഇങ്ങനെ ഒരു കുട്ടിയെ മാസ്ക് ധരിച്ചെത്തിയത് കൊണ്ട് തന്നെയാണ് ഇതിൽ കൃത്യമായ സംശയം വരുന്നത്. അത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുക തന്നെയായിരുന്നു ഇവർക്ക് ഉദ്ദേശമുണ്ടായിരുന്നത്. പക്ഷെ കുട്ടി നിലവിളിച്ചുകൊണ്ട് കുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. സമീപത്തൊന്നും ആരും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടി നേരെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ പോലീസിന് ഇതുവരെ ഇവർക്ക് ഈ ഒരു കുടുംബത്തിന് ഏതെങ്കിലും തരത്തിൽ മറ്റ് വൈരാഗ്യങ്ങളോ ആർക്കും പുറത്ത് അത്തരത്തിലുള്ള വൈരാഗ്യം ഉണ്ടോ എന്ന കാര്യത്തിലൊന്നും പോലീസിന് ഇതുവരെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം? അത് മറ്റ് ഇടങ്ങളിലും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു സംഘം ആലോചിച്ചിരുന്നോ? അത് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുവന്നുമായി ബന്ധപ്പെട്ട സംഘമാണോ ഇത് എന്ന കാര്യത്തിലൊക്കെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും ആ ഒരു വിഷയം കൂടി പോലീസ് ഗൗരവത്തോടു കൂടി അന്വേഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് അങ്ങനെ ആരെങ്കിലും വൈരാഗ്യമുണ്ടോ എന്ന കാര്യത്തിൽ നിലവിൽ പോലീസിനെ അങ്ങനെയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് സംബന്ധിച്ച പോലീസിന്റെ അന്വേഷണമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ ഇതിൽ നിർണായകമായിരിക്കും. CCTV ദൃശ്യങ്ങളിൽ നിന്നും തുമ്പുകൾ ലഭിക്കാം. കാരണം നിരവധി CCTV ദൃശ്യങ്ങൾ അത് കുമ്പള ടൗണിലായാലും ദേശീയപാതയിലായാലും പലയിടങ്ങളിലും ദേശീയപാതയിൽ തന്നെ ദേശീയപാത അതോറിറ്റിയുടെ തന്നെ നിരവധി ക്യാമറകളുണ്ട്. അതെല്ലാം പോലീസ് പരിശോധിക്കുമെന്നാണ് അറിയിച്ചുള്ളത്. അതോടൊപ്പം കർണാടകയിലേക്കാണ് ഈ സംഘം കടന്നതെങ്കിൽ അതിർത്തിയിലെ ഈ ഒരു കൃത്യമായ അതിർത്തിയിൽ CCTV ദൃശ്യങ്ങൾ അവിടെ നിന്ന് ലഭിക്കും. അവിടെ ടോൾ പ്ലാസയുണ്ട്. ആ ടോൾ പ്ലാസയിലെ ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഏതായാലും ഇത് വളരെ ഗൗരവത്തിൽ കുമ്പള പോലീസ് ഇത് എടുത്തിട്ടുണ്ട്. കാരണം ഇത് തന്നെയാണ്. കാരണം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോകാൻ പട്ടാപ്പകൽ ഒരു സംഘം എത്തുക അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുക എന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഈ ഉച്ചയ്ക്ക് ഈ സംഭവം നടക്കുമ്പോഴൊക്കെ റെഡ് അലർട്ടാണ് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ളൊരു സമയത്തായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. ഏതായാലും 2 പേരാണ് ഈ കാറിലുണ്ടായെന്ന് കുട്ടിയുടെ മൊഴിയുണ്ട്. 2 പേരും മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് കാറിൽ കയറാൻ ആവശ്യപ്പെടുന്നു. പിന്നീട് കുട്ടി അതിന് തയ്യാറാകുന്നില്ല. അതോടുകൂടി ബലമായി കുട്ടിയുടെ ഷർട്ട് പിടിച്ച് വാഹനത്തിനകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുന്നു. അങ്ങനെ കുട്ടി ഭാഗ്യം കൊണ്ടാണ് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതും പിന്നീട് വീട്ടിലെത്തുന്നതും. ഏതായാലും ഈ സംഭവം പോലീസ് വളരെ ഗൗരവത്തോടെ എടുത്ത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. സൈത്തെ, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. കുമ്പള പോലീസ് ഈ കേസിൽ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. തെളിവുകൾ ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.